ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞുസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പച്ചപ്പയർ വെച്ചിട്ടൊരു ഉപ്പേരിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ പച്ചപ്പയർ എന്നാണ് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ അച്ചിങ്ങ പയർ എന്നൊക്കെ പറയും. അപ്പോൾ നല്ല ഒരു അടിപൊളി ഉപ്പേരി നമുക്ക് ഇന്ന് തയ്യാറാക്കാം കേട്ടോ. ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ് ചെയ്യാറ്. ചിലർ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ ഇതിനേക്കാളും ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു തോരൻ വെക്കണ ഒരു രീതിയാവും, ഇതിനേക്കാളും ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിയും. അപ്പോൾ ഈ ലെങ്ത്തിലാണ് ഞാൻ പൊട്ടിച്ചിടാറ്. അപ്പം ഞാൻ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ പയറിട്ടിട്ട് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓണാക്കി വെക്കണേക്കാൾ മുന്നേ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടത് തന്നെയായിരുന്നു. പക്ഷെ തിളച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഒന്നും കൂടി വേവാനും ഉണ്ട്. അപ്പോൾ ഞാനത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് അടുത്ത സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ഒരു പാൻ അടപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് തിളച്ച് ഒന്നും കൂടി ഒന്ന് വേവാണ്ട് അതൊന്ന് അവിടെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 6 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒരു 8 വെളുത്തുള്ളിയും ഒരു 10 ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു സവോളയാണ് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. സവോള കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടോളോ. ഇങ്ങനെ കരിയണ്ട, പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, നല്ല ഫ്ലെയിമിൽ ഇട്ടെന്ന് വെച്ചിങ്ങനെ കരിയും. അപ്പോൾ ഒന്ന് കുറച്ചിട്ടോളോ. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പേരിക്കൊക്കെ എപ്പോഴും നല്ലത് നമ്മുടെ ചതച്ചിട്ടുള്ള മുളകാണ്, നമ്മുടെ വറ്റൽ മുളക് ഇല്ലേ ചതച്ചിട്ട്. അപ്പോൾ ഞാനതൊരു 4 മുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഴുക്ക് വരട്ടിയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ എരിവ് കുറവും മതി. പക്ഷെ ഇത് ഉപ്പേരി ആയ കാരണം ഞാൻ 2 ടീസ്പൂണ് മുളകും പൊടിയും കൂടി, ഈ വറ്റൽ മുളക് ചതച്ചത് പോരാതെ ഞാൻ 2 ടീസ്പൂണ് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. എപ്പോഴും അത് ഏത് ഉപ്പേരി വെക്കുകയായാലും നമ്മൾ മുളക് ഇട്ട വശം വിളക്കിയിട്ട് നമ്മുടെ ഉപ്പേരി അതിലേക്ക് ഇട്ട് കൊടുക്കരുത്. നല്ലത് മൂത്തിട്ട് ഉള്ളി മുളകൊക്കെ മൂത്തിട്ട് നല്ലൊരു മണം വരും. അപ്പോൾ നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പയർ നമുക്കതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുത്തതായാലും നമുക്ക് പയറിൻ്റെ ആ വേവിച്ചതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വലിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് സിമ്മാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. ഒന്ന് വലിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പയർ ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഉള്ളി മുളക് മൂപ്പിച്ചിട്ട് നമുക്ക് മുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഈ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള പയർ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് മൂടി കൊടുത്ത് അങ്ങനെ നമുക്ക് വേവിച്ച് വറ്റിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം വേവിച്ചിട്ട് ഊറ്റിയിട്ടാണ് ഉള്ളി മുളക് മൂത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം, പല രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കൂ കേട്ടോ ഉപ്പേരിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, താങ്ക് യു.